വേദിക് IAS അക്കാഡമി കേരളത്തിലെ സ്കൂളുകൾക്കായി വളരെ പ്രത്യേകതയുള്ള ഒരു സ്കീം ആരംഭിക്കുകയുണ്ടായി. അത് വിപുലമായി ഈ വർഷം നമ്മൾ പ്രവർത്തന സജ്ജമാക്കുകയാണ്. അത് വൺ സ്കൂൾ വൺ IAS എന്ന പ്രോജക്റ്റാണ്. ഒരു IAS പോലും ഇതുവരെ പാസ്സാവാത്ത, ഒരു ഫോർമർ സ്റ്റുഡൻറ്റ് പോലും പാസ്സാവാത്ത സ്കൂളുകളിൽ നമ്മൾ ഒരു സ്കൂളിന് ഒരു IAS പരീക്ഷ പാസ്സായ ആളിനെ സൃഷ്ടിക്കുക. അതാണ് ഈ വൺ സ്കൂൾ വൺ IAS പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്കൂളിൽ ഒരു IASകാരനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ പദ്ധതിയിൽ നമ്മുടെ കേരളത്തിലും പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്കായി വഴി തുറക്കുന്നു. അത് ഭംഗിയായി വിജയിപ്പിച്ച് നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ IASകാരായി കാണാൻ ഇവിടുത്തെ സ്കൂളുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. എത്രയും കൂടുതൽ കുട്ടികൾ വൺ സ്കൂൾ വൺ IAS പ്രോജക്റ്റിൽ ചേർന്ന് അത് വിജയിപ്പിക്കാനായി ശ്രമിക്കുക. നിങ്ങൾക്കേവർക്കും സിവിൽ സർവീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഞാൻ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും മുൻ വൈസ് ചാൻസലറായിരുന്നു. ഇപ്പോൾ വേദിക് IAS അക്കാദമിയുടെ അക്കാദമിക് ചാൻസലറാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ സർവീസ് അക്കാദമിയാണ് വേദിക് IAS അക്കാദമി. ഈ വേദിക് IAS അക്കാദമി ഇന്ത്യയിലെ 150ഓളം വരുന്ന മുൻ ചീഫ് സെക്രട്ടറിമാരുടെയും DGPമാരുടെയും അംബാസഡേഴ്സിൻ്റെയും വൈസ് ചാൻസലേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു വൺ സ്കൂൾ വൺ IAS എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുകയാണ്. ഒരു 10 വർഷത്തിനകം ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും മിനിമം ഒരു IAS, IPS, IFS, IRS ഉദ്യോഗസ്ഥൻ അവിടുന്ന് ഉണ്ടാകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വൺ സ്കൂൾ വൺ IAS പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. അതിനായി നമ്മൾ ഓരോ സ്കൂളിലും വേദിക് സിവിൽ സർവീസ് ക്ലബ്ബുകൾ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഇന്ന് അറിവിൽ മികച്ച 100% മാർക്കുമായി നിൽക്കുന്നു. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ, മത്സര പരീക്ഷകളിൽ അറിവിനൊപ്പം കഴിവ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആണ് ചോദ്യരൂപത്തിൽ വരിക. അപ്പോൾ വേദിക് സിവിൽ സർവീസ് ക്ലബ്ബ് ഫോക്കസ് ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ ജന്മസിദ്ധമായ കഴിവുകൾ, സ്കിൽസും എബിലിറ്റീസും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സ്കിൽസും എബിലിറ്റീസും വർദ്ധിപ്പിച്ച് ഓരോ വിദ്യാർത്ഥിയെയും ഒരു ഓഫീസറായി ട്രാൻസ്ഫർമേഷനോടുകൂടി കൊണ്ടുവന്ന് ലോകമെമ്പാടുമുള്ള IAS ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക്, ഏത് ഉദ്യോഗത്തിൽ എത്തിച്ചേരുന്നതിനും അവരെ പ്രാപ്തരാക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് വേദിക് സിവിൽ സർവീസ് ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സിവിൽ സർവീസ് ക്ലബ്ബിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ ഊർജ്ജസ്വലരായിട്ടുള്ള യുവതലമുറയുടെ സിവിൽ സർവീസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി വൺ സ്കൂൾ വൺ IAS എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പ്രമുഖരുടെ പങ്കാളിത്തത്തോടെ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മിടുക്കന്മാരിൽ നിന്നും മിടുക്കികളിൽ നിന്നും പ്രതിഭാധനരായിട്ടുള്ള സിവിൽ സർവീസുകാരെ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യം. സിവിൽ സർവീസ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനോടൊപ്പം സമസ്ത മേഖലകളിലും പൊതുവിജ്ഞാനം നേടുന്നതിലൂടെ നല്ല ജോലികളിൽ എത്തിപ്പെടാനുള്ള നിരന്തര പരിശീലനം നേടുന്നതിനുള്ള വേദി കൂടി ഒരുങ്ങുകയാണ്. ഇതിൽ 10 കുട്ടികളെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ ഒരു പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയത്തിനായി ആശംസകളും നേരുന്നു. താങ്ക് യു.
ഞാൻ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS, കേരളത്തിൻ്റെ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ്. ഞാൻ വേദിക് അക്കാഡമിയുടെ ഡീനാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആയിരക്കണക്കിന് കുട്ടികൾ വേദിക് IAS അക്കാഡമിയിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദിക് IAS അക്കാഡമി കുട്ടികളെ IASന് തയ്യാറാക്കുന്നതിനേക്കാൾ ഉപരി ആ കുട്ടികൾക്ക് ഇൻ്റർനാഷണലായ ഒരു മുഖം നൽകാൻ ശ്രമിക്കുകയാണ്. Ultimately, it is the duty of every one of us to become good citizens and serve the country in any capacity. If you get into a civil service or if you get into a military service, you get a direct opportunity to serve the country. And you should prepare yourself very well for all those competitive examinations and recruitment processes. ഏറ്റവും ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും വേദിക് കുടുംബത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഒരു ഒറ്റ പരീക്ഷയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന എത്രയോ ജീവിതകാലം മുഴുവൻ തലമുറകൾ ആദരിക്കപ്പെടുന്ന വലിയൊരു പദവിയിലേക്കാണ്. അപ്പോൾ വേദിക്കിൽ ചേർന്ന വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടും ആവേശത്തോടും പ്രതീക്ഷയോടും കൂടി ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നായി, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഏതാണ്ട് 15,000-ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 6 തവണ പരീക്ഷ എഴുതാം. അപ്പോൾ ഏതാണ്ട് 6,000-7,000 വേക്കൻസികൾ വരുന്നതിൽ ഒരു വേക്കൻസി നമ്മൾക്ക് വേണ്ടി നീക്കിവെക്കപ്പെടും, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നത്. Vedic IAS Academy intends to prepare the students for the competitive examination of civil services right from the age of 18. That means they will be able to make a good beginning professionally at a young age of 22 or 23. And obviously, what should be the next step? Most of you will be thinking revision, revise, repeat. Same thing. I'll call it. You learn something, then you must apply it. If you have learned inspirational public speaker workshop, public speaking, whenever you get an opportunity, speak. Maybe it's a Thanksgiving speech, maybe it is a welcome speech, maybe it is a keynote address. The way you can do it, apply it. Spoken English, apply it in your conversation. Application is very, very, very important. Later, sites started to be found out from from far away in the interiors, away from the Indus River. Okay, so they understood that the sites are not just in the banks of the Indus River system, but there are sites far away too. So it came to be called Indus civilization, a civilization based on the Indus River, but not necessarily. Now let's try to understand one of the another important concept, that is ecological equivalence. We have already learned the concept, what is meant by the term called ecological niche, right? What is meant by that? Yes, the unique characteristics of each and every organisms in an ecosystems. Now consider the 2 different ecosystems of the habitat, the 2 different species that you can find over there, right? But they are actually sharing a similar ecological niche. So when we talk about external sector, we often limit our discussion to trans-boundary interactions a country has with the rest of the world. So what are these trans-boundary interactions? The trans-boundary interactions are not only the imports of goods and services or the export of goods and services. So we know that we do receive foreign investments. Similarly, India too make foreign investments elsewhere. What are the functions of the parliament? Let's see that. The parliament first provides a government to this country. Next, obviously, it passes laws so that everybody has to obey these laws. And third, it's a more important function, it controls the government. In this segment, let us examine how the parliament controls the government. First, it holds the government accountable. How does it do that? First, one of the methods is that your MPs participate in the debates and try to raise issues and make government answerable to them. See, you all are familiar with these giant creatures, right? These are the dinosaurs you might have watched in the movies Jurassic Park.
And these dinosaurs dominated the earth during the Jurassic and Triassic period, and they got extinct at the end of Triassic period by a mass extinction. We know all these concepts. We have already studied all these concepts. I'm not talking about the dinosaurs. I'm talking about the plants in the Jurassic and Triassic period. So you can see the large trees here. See the flowerless plants in this period, in the Jurassic and Triassic period. See all these images, you can see the flowerless plants. Yes, that plants are gymnosperms, the flowerless seed-bearing plants. Consider your family. There are 4 members. Your mother's family containing grandfather and grandmother. From A into B, if you create Cartesian products, A cross B contains 4 into 2. There are 8 elements in this set. Therefore, how many relations possible from your family to your mother's family? Relation from A into B is a subset of A cross B. That means 2 raised to 4 into 2 equal to 2 raised to h equal to 256 relations. This is called as Falkirk wheel. Focus only on the bottom. There is a cart over here and the boat has come inside. Now they will close the gate and then they will rotate this wheel. So cart will go up, they will open the gate and the boat will go out. So this is your lift. Now the amazing thing about this design is the power statistics. The process consumes very less amount of power. I mean, the power statistics are such that you can pull 30 Fortuners just with help of an Honda Activa, or a goat is pulling 2 elephants. Isn't it amazing? Isn't it amazing? And you know, the reason behind these amazing statistics is a very simple principle that you learn in your school. That is buoyancy principle. So I often get the question from students asking, "Sir, how will I improve my language?" And I get the feeling that they are expecting a shortcut. But let me tell you, that's not the case. If you truly want to improve your language, you need to follow a structured approach. What is that approach? Let's take a look. To actually improve your language, you need to focus on 4 skills of language, and they are listening, speaking, reading, and writing. If you work on all 4 of these with time, with proper guidance, you will be able to achieve the goal that you have in your mind. So next is criminalization of politics. Sometimes we elect representatives to make laws for us, and there will be incidents that these elected representatives may violate our law. So they will be criminalized or they will be against the law. That can be happening in democratic India as well. Apart from that, history is also important in the sense that rulers form various policies and governance based on the historical analysis or based on the historical references. So when you become administrators, you have to formulate so many policies. So in that sense also, historical sense or understanding history is quite important. That's why history is now included in all the important examinations.